കുരുവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, ഒരുപക്ഷെ ദൈവതുല്യനായി ആ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരുന്ന ആ മഹാൻ എന്തൊക്കെയോ നിശ്ചയിച്ചുറപ്പിച്ചാണ് ഇന്ന് യുദ്ധഭൂമിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പാണ്ഡവപക്ഷവും നിശ്ചയിച്ചുറപ്പിച്ച് തന്നെയാണ് യുദ്ധഭൂമിയിലേക്ക് വരുന്നത്. കാരണം ഭീഷ്മ പിതാമഹൻ്റെ പടയോട്ടം അവസാനിക്കുന്ന ദിവസമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ 10ാം ദിവസം. കൂടുതൽ മുഖപുരകളുടെ ആവശ്യമില്ല. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. പത്താം ദിവസത്തിൻ്റെ തുടക്കം തന്നെ ഭീഷ്മർ പടച്ചട്ടയെല്ലാം കെട്ടി പോരിന് സജ്ജമായി കൗരവപക്ഷത്ത് വന്ന് നിലയുറപ്പിച്ചു. അദ്ദേഹത്തിനെ സംരക്ഷിക്കുവാനായിട്ട് ഇന്ന് വൻ സന്നാഹങ്ങളാണ് ദുര്യോധനൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഭീഷ്മർക്ക് ചുറ്റും ധൃതരാഷ്ട്രപുത്രന്മാർ 75 പേരുമുണ്ട്. തൊട്ടു പിന്നിലായിട്ട് ദ്രോണാചാര്യരും അദ്ദേഹത്തിൻ്റെ തേജസ്വിയായിട്ടുള്ള പുത്രൻ അശ്വത്ഥാമാവും അവരുടെ സൈന്യവുമുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മഹായോദ്ധാക്കളും മഹാരഥന്മാരും ഇന്ന് ഭീഷ്മരുടെ അടുത്ത് തന്നെയുണ്ട്. എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ സംരക്ഷിക്കണം. പാണ്ഡവപക്ഷം യുദ്ധത്തിന് സജ്ജമാകുന്നു. ഇന്ന് പതിവ് പോലെ അർജുനനോ ഭീമനോ അല്ല പടത്തലക്കിൽ നിൽക്കുന്നത്, ശിഖണ്ഡിയാണ്. ശിഖണ്ഡിയുടെ രഥചക്രങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് സാക്ഷാൽ അർജുനനും മൃഗോദരൻ ഭീമസേനനുമാണ്. അപ്പോൾ തന്നെ മനസ്സിലായി ശിഖണ്ഡിക്ക് ഇന്നത്തെ ദിവസം എന്തെല്ലാം പ്രാധാന്യമുണ്ടെന്ന്. ഉടനെ തന്നെ ശംഖുനാദങ്ങൾ മുഴക്കി, പോർക്കാഹളങ്ങൾ മുഴക്കി, പോർവിളികൾ മുഴക്കി ഇരുപക്ഷവും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്രമണങ്ങൾ തുടങ്ങി. എന്നാൽ തുടക്കം തന്നെ ഭീഷ്മർ കാത്തു നിന്നില്ല. അദ്ദേഹം പാണ്ഡവ പക്ഷത്തിലേക്ക് ഇരച്ചു കയറിയതും അവിടെ ഉടനെ തന്നെ ഒരു സെക്ഷൻ സൈനികർ വീണുവെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ സമയം അർജുനനും മറ്റ് പാണ്ഡവ യോദ്ധാക്കളും കൂടെ ചേർന്നിട്ട് കൗരവ പടയെ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി. ഇവരിന്ന് എന്തോ ഭാവിച്ച് വന്നതുപോലെയാണ് പോരാടുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ഈ സമയം മഹായോദ്ധാവായ ശിഖണ്ഡി ഭീഷ്മരെ നേരിടുവാനായി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോയി. ശിഖണ്ഡി ഒറ്റയ്ക്കല്ല പോയത്, ശിഖണ്ഡിയുടെ കൂടെ ഒരു വലിയ രഥസൈന്യവും ഉണ്ടായിരുന്നു. ശിഖണ്ഡി ഭീഷ്മരെ ആക്രമിക്കുവാനായി തൻ്റെ വില്ലുയർത്തിയ ആ സമയം ശിഖണ്ഡിയുടെ കൂടെ നിൽക്കുന്ന രഥസൈന്യങ്ങളെല്ലാം തകർന്നു വീഴുന്നതാണ് ശിഖണ്ഡി ശ്രദ്ധിക്കുന്നത്. ആ രഥങ്ങൾ തകർന്നു വീഴുന്ന ആ ഒരു പൊടിപടലവും കുതിരകൾ നിലവിളിക്കുന്ന ശബ്ദവും ആ യോദ്ധാക്കൾ ആ രഥത്തിൽ നിന്ന് പോരാടുന്ന രഥികളെല്ലാം വേദന കൊണ്ട് നിലത്ത് വീഴുന്ന ശബ്ദവും കേട്ടു. ശിഖണ്ഡി ആ പൊടിപടലങ്ങളിൽ കൂടെ പൊങ്ങി നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് വില്ലോങ്ങിപ്പിടിച്ച് നിൽക്കുന്ന ഭീഷ്മരെയാണ് കണ്ടത്. ഭീഷ്മർ എന്താ അവിടെ ചെയ്തത് അറിയാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം ഒരു പ്രകടനമായിരുന്നു അത്. ശിഖണ്ഡി ഉടനെ തന്നെ വില്ലുയർത്തിപ്പിടിച്ച് ഭീഷ്മർക്ക് നേരെ 3 അസ്ത്രങ്ങൾ അയച്ചു. ആ 3 അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ചട്ടയുടെ നടുക്ക് ഭാഗത്ത്, ഈ നെഞ്ച് ഭാഗത്തായി തറച്ചു. തൻ്റെ ചട്ടയിൽ തറച്ചിരിക്കുന്ന അസ്ത്രങ്ങളെ നോക്കി എന്നിട്ട് ഭീഷ്മർ ശിഖണ്ഡിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് നേരെ ആയുധം ഉയർത്തത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നീ ആ ശിഖണ്ഡിനി തന്നെയാണ്, ഈശ്വരൻ സൃഷ്ടിച്ച ശിഖണ്ഡിനി എന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ അവിടെ നിന്ന് പോകാനൊരുങ്ങി. എന്നാൽ ശിഖണ്ഡി ആയുധമുയർത്തി ഭീഷ്മരെ ആക്രമിക്കാൻ തുനിയുന്നത് കണ്ടുടനെ തന്നെ അർജുനൻ മനസ്സിൽ വിചാരിച്ചു, മാധവൻ പറഞ്ഞ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. ശിഖണ്ഡി പിതാമഹനെ വീഴ്ത്തുന്ന ആ സമയം. അതുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മം ചെയ്യുക തന്നെ ചെയ്യണം. ഉടനെ തന്നെ ശിഖണ്ഡിയുടെ ചെവി മുഴങ്ങുന്നത് പോലൊരു ശബ്ദം അവിടെ നിന്ന് കേട്ടു. മഹായോദ്ധാവായ ശിഖണ്ഡി, അങ്ങ് എൻ്റെ പിതാമഹനെ ആക്രമിച്ചാലും അങ്ങയുടെ ദൗത്യമാണത്. പാണ്ഡുപുത്രനായ അർജുനനാണ് ഈ പറയുന്നത്. ഇന്ന് അങ്ങയുടെ മനസ്സിൽ തെല്ലും ഭയം വേണ്ട. കാരണം അങ്ങ് എൻ്റെ പിതാമഹനെ നേരിട്ട് കൊള്ളുക. മറ്റുള്ള മഹാരഥന്മാരെ എല്ലാം ഞാൻ തടഞ്ഞു നിർത്താം. അതിപ്പോൾ ആരാണെങ്കിലും ശരി, ദ്രോണരാണെങ്കിലും അശ്വത്ഥാമാവാണെങ്കിലും കൃപാചാര്യരാണെങ്കിലും സുയോധനനാണെങ്കിലും ചിത്രസേനനാണെങ്കിലും ബിന്ദാനുവിന്ദന്മാരാണെങ്കിലും ജയദ്രഥനാണെങ്കിലും അലംബുഷനാണെങ്കിലും മഗധാ നരേശനാണെങ്കിലും സുശർമാവാണെങ്കിലും ഭഗദത്തനാണെങ്കിലും അവരെയെല്ലാം ഇന്ന് ഈ പാണ്ഡുപുത്രനായ അർജുനൻ തകർത്ത് തടഞ്ഞു നിർത്തുന്നതായിരിക്കും. എങ്ങനെയാണോ കര കടലിനെ തടഞ്ഞു നിർത്തുന്നത് അതുപോലെ അവരെ എല്ലാവരെയും ഞാൻ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് ധൈര്യമായി അങ്ങ് പിതാമഹനെ പ്രഹരിച്ചാലും എന്ന് പറഞ്ഞു. ശിഖണ്ഡി ഈ വാക്ക് കേട്ട് ഭയങ്കരമായിട്ടങ്ങ് മോട്ടിവേറ്റഡായി. അർജുനനാണ് പറയുന്നത്. ഉടനെ തന്നെ ശിഖണ്ഡിയുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഒരു വല്ലാത്ത മോട്ടിവേഷൻ കയറി. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഭീഷ്മരെ ആക്രമിക്കാൻ പോയി. എന്നാൽ ക്ഷണനേരം കൊണ്ട് ഭീഷ്മർ അവിടെ ചുറ്റി നടന്ന് പാണ്ഡവസേനയെ മുഴുവനും വിറപ്പിക്കാൻ തുടങ്ങി. പാണ്ഡവസേനയെ വീണ്ടും തകർത്ത് തരിപ്പണമാക്കാനൊരുങ്ങി. ഇത് കണ്ടുടനെ അർജുനൻ ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. എന്നിട്ട് ആളുകൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിക്ക് അർജുനൻ യുദ്ധഭൂമിയിൽ നിന്ന് ഗർജിച്ചു. എന്നിട്ട് തൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് ശരവർഷം തൂക്കിക്കൊണ്ട് കൗരവപ്പടയെ മുഴുവനും നശിപ്പിച്ചു തുടങ്ങി. അർജുനൻ വട്ടം ചുറ്റി കൗരവപ്പടയെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഭയന്ന് വിളിച്ചുകൊണ്ടുള്ള നിലവിളി അവിടെ മുഴുവനും കേട്ടു. ആ ഭയന്നുകൊണ്ടുള്ള നിലവിളി സുയോധനൻ്റെ ചെവിയിൽ ഒരു വേദന കണക്ക് മുഴങ്ങി. കാരണം അവരുടെ രാജാവാണല്ലോ സുയോധനൻ.
തൻ്റെ പടയെ അർജുനൻ ഇങ്ങനെ മുച്ചൂടും മുടിക്കുന്നത് കണ്ടിട്ട് ഉടനെ സുയോധനൻ ഓടി വന്നിട്ട് ഭീഷ്മരെടുത്ത് പറഞ്ഞു, മഹാമയനായ ഭീഷ്മരെ, എൻ്റെ മുത്തച്ഛ, അങ്ങിതൊന്നും കാണുന്നില്ലേ? അർജുനൻ എൻ്റെ പടയെ തകർത്തു വിടുന്നു, ഭീമൻ എൻ്റെ പടയെ വിറപ്പിക്കുന്നു, യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും എൻ്റെ പടയെ തകർക്കുന്നു, അവരെല്ലാവരും നമ്മുടെ കൗരവസേനയെ മുഴുവനും വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഈ യുദ്ധത്തിൽ തുടരുകയാണെങ്കിൽ അത് നമുക്ക് ശോഭനീയമായിരിക്കത്തില്ല പിതാമഹ. അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലും എത്രയും പെട്ടെന്ന് അവരെ എതിർത്താലും എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ ഭീഷ്മർ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലെ ശക്തമായ വില്ലിലേക്കൊന്ന് നോക്കി. എന്നിട്ട് ദുര്യോധനനോട് പറഞ്ഞു, മോനെ, പണ്ട് ഞാനൊരു സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. മഹായുദ്ധങ്ങളിൽ ഭീഷ്മർ പങ്കെടുക്കുമ്പോൾ കുറഞ്ഞത് 1000കണക്കിന് ക്ഷത്രിയരെ വധിച്ചിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളെന്ന്. ഇന്ന് അതിനെക്കാട്ടിയും കടുകട്ടിയുള്ള ഒരു സത്യപ്രതിജ്ഞ, ഒരു ടാസ്ക് ഞാൻ നിനക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ്, നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഭീഷ്മര് ഒന്നില്ലെങ്കിൽ അവരുടെ കൈകൊണ്ട് വധിക്കപ്പെട്ടിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും തകർത്തതിന് ശേഷമായിരിക്കും ഭീഷ്മർ കിടന്നുറങ്ങുന്നത്. മേലും കീഴും എനിക്ക് നീ നോക്കായില്ല. ഇന്നത്തെ ദിവസം ഭീഷ്മരുടെ ജീവൻ രക്ഷിക്കുവാനായി ഭീഷ്മർ ശ്രമിക്കത്തില്ല. എന്നിട്ട് ഭീഷ്മർ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിഷമം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിൻ്റെ കൈ കൊണ്ട് ഒരുപാട് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്, നീ എൻ്റെ രാജാവാണല്ലോ, അതുകൊണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. അതിനുവേണ്ടി ഞാനിന്ന് പോരാടും. ഒന്നില്ലേൽ ഭീഷ്മരിന്ന് പതിക്കും, അല്ലെങ്കിൽ ഭീഷ്മരുടെ ശത്രുക്കൾ ഇന്ന് പതിക്കും. അതൊരുമാതിരി അറം പറ്റുന്ന വാക്കായിരുന്നു. ഭീഷ്മർ ഇതും പറഞ്ഞ് ആ യുദ്ധഭൂമിയിലോട്ട് എരച്ചങ്ങ് കയറി. എന്നിട്ട് പാണ്ഡവ പടയെ അങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് തകർത്ത് മഹായോദ്ധാക്കൾക്ക് നേരെ വരെ ശരവർഷം ചെയ്യാൻ തുടങ്ങി. പാണ്ഡവ യോദ്ധാക്കളും പാണ്ഡവരും എല്ലാം ഭീഷ്മരെ ചുറ്റാനായി ശ്രമിച്ചു. എന്നാൽ അവിടെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമുണ്ടായി. ഭീഷ്മർ പാണ്ഡവ പടയിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ഗജസൈന്യങ്ങൾ നിലത്ത് വീഴാനിറങ്ങി. അവിടെയെല്ലാം ഭീഷ്മർ അയക്കുന്ന അസ്ത്രങ്ങളും പോകുന്നത് കാണുന്നുണ്ട്. ഭീഷ്മർ അന്ന് പാണ്ഡവ സൈന്യത്തിലെ 10,000 ഗജസൈന്യങ്ങളെയും 10,000 കുതിരസൈന്യങ്ങളെയും 2 ലക്ഷത്തോളം വരുന്ന കാലാൾ പടയാളികളെയും ഭീഷ്മർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വീഴ്ത്തി. ഭീഷ്മർ ഇങ്ങനെ പോരാടുന്നത് കണ്ടുടനെ തന്നെ അർജുനൻ കുറച്ചുകൂടെ സീരിയസ് ആയി. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹായോദ്ധാവായ ശിഖണ്ഡി, ഒന്നും തന്നെ ചിന്തിക്കേണ്ട. പിതാമഹനെ പ്രഹരിച്ചാലും ഞാൻ എൻ്റെ ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ട് എല്ലാ മഹായോദ്ധാക്കളെയും ആ മഹായോദ്ധാവിനെയും ഇന്ന് പ്രഹരിക്കുന്നതായിരിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് എന്തിനും തുനിഞ്ഞിറങ്ങുന്ന അർജുനൻ്റെ ആ ഒരു സ്പിരിറ്റ്, അർജുനൻ ആ ഗാന്ധീവം എടുത്തിങ്ങനെ കുലയ്ക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും ചുറ്റും നിൽക്കുന്നവർക്കൊരു വല്ലാത്ത ധൈര്യം തോന്നി. ശിഖണ്ഡി അർജുനൻ പറഞ്ഞുടനെ തന്നെ ഭീഷ്മരെ ഡയറക്റ്റ് കയറി അങ്ങ് ആക്രമിച്ചു. അർജുനൻ ഈ പറഞ്ഞത് കേട്ടിട്ട് മറ്റുള്ള പാണ്ഡവ യോദ്ധാക്കളുണ്ടല്ലോ, അവരും കൂടെ ഭീഷ്മരെ ലക്ഷ്യമാക്കിപ്പോയി. ആരൊക്കെ? ദൃഷ്ടദ്യുമ്നൻ, അഭിമന്യു, ഘടോൽകചൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, വിരാടൻ, ദ്രുപദൻ, ഇവരെല്ലാവരും, സാത്യകി, ഇവരെല്ലാവരും ഭീഷ്മരെ ലക്ഷ്യമാക്കി അവരുടെ രഥങ്ങളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. തനിക്ക് നേരെ ഈ മഹായോദ്ധാക്കളെല്ലാം അവരുടെ രഥങ്ങളിൽ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടും ഭീഷ്മര് ചെറുതായിട്ട് പോലും ഭയന്നില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നു, എന്തോ മുൻകൂട്ടി അറിയുന്നത് പോലെ. ആ ചിരി എന്താണെന്ന് പാണ്ഡവർ മനസ്സിലാക്കാൻ പോവുകയാണ്. ദൃഷ്ടദ്യുമ്നൻ ഭീഷ്മരെ കണ്ടുടനെ അലറി വിളിച്ചുകൊണ്ട് മറ്റുള്ള രഥങ്ങളെല്ലാം ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കയറി പോകാൻ തുടങ്ങി. ഉടനെ ദൃഷ്ടദ്യുമ്നൻ്റെ മുന്നിലേക്ക് മറ്റൊരു രഥം പാഞ്ഞു വന്ന് ദൃഷ്ടദ്യുമ്നന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. അതാരാണെന്ന് ദൃഷ്ടദ്യുമ്നൻ നോക്കിയപ്പോൾ കൃതവർമാവായിരുന്നു. ഉടനെ തന്നെ പാണ്ഡവപക്ഷത്തിലെ മഹായോദ്ധാവായ ചേകിതാനൻ അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല. നേരെ ഭീഷ്മരെ ലക്ഷ്യമാക്കി പോയപ്പോഴത്തേക്കും ചേകിതാനൻ്റെ മുന്നിലെത്തി ചിത്രസേനൻ്റെ രഥം. അവർ തമ്മിൽ പോരാടാൻ തുടങ്ങി. ഉടനെ മറ്റുള്ള യോദ്ധാക്കൾ ഇങ്ങനെ പൊങ്ങി നോക്കിയപ്പോൾ ഭീഷ്മരുടെ രഥത്തിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും മിന്നൽ വേഗത്തിൽ ഒരുപാട് രഥങ്ങൾ, അതും ബഹുവർണ്ണത്തിലുള്ള കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ശക്തമായ രഥങ്ങൾ, മഹാരഥന്മാരുടെ രഥങ്ങൾ ഇവർക്ക് നേരെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭീഷ്മരെ ആക്രമിക്കാൻ പാണ്ഡവ മഹായോദ്ധാക്കൾ പോയപ്പോൾ അവരെ തടയുവാനായി കൗരവപക്ഷത്തിലെ മഹായോദ്ധാക്കളെല്ലാവരും പാഞ്ഞെത്തി. പിതാമഹനെ ലക്ഷ്യം വെച്ച് പാഞ്ഞു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഭീമസേനനെ ഭൂരിശ്രവസ് വന്ന് തടഞ്ഞു. സഹദേവനെ കൃപാചാര്യർ വന്ന് തടഞ്ഞു. ഘടോൽകചനെ ദുർമുഖനും വന്ന് തടഞ്ഞു. അങ്ങനെ ഇവർക്കിടയിൽ ഒരു പോരാട്ടം ഇരുന്നി. ഇത് കണ്ടുടനെ തന്നെ നകുലൻ ദൂരത്ത് നിന്നുകൊണ്ട് പിതാമഹനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അസ്ത്രങ്ങൾ അയക്കാനൊരുങ്ങി. എന്നാൽ ആകാശമാർഗം മറ്റ് ചില അസ്ത്രങ്ങൾ വന്നിട്ട് ഈ അസ്ത്രങ്ങളെ അങ്ങോട്ട് മുറിച്ചിടുകയാണ് ചെയ്തത്. ആ അസ്ത്രങ്ങൾ വന്ന ദിശയിലേക്ക് നകുലൻ വെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ കാണുന്നത് വികർണനാണ്. വികർണൻ പാഞ്ഞെത്തി നകുലനുമായിട്ട് പോരാടാൻ തുടങ്ങി. അങ്ങനെ ഭയാനകമായിട്ടുള്ള പോരാട്ടം. യുധിഷ്ഠിരനെ നേരിടാൻ വന്നതോ തേജസ്സിൻ്റെ പര്യായമായിട്ടുള്ള ദ്രോണാചാര്യർ. അങ്ങനെ യുധിഷ്ഠിരനും ദ്രോണാചാര്യർക്കുമിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പോരാട്ടം അരങ്ങേറി. ഇങ്ങനെ പാണ്ഡവപക്ഷത്തിലെ മഹായോദ്ധാക്കളും
കൗരവപക്ഷത്തിലെ മഹായോദ്ധാക്കളും നേരത്തെ കാലേ കൂട്ടി തീരുമാനിച്ചേക്കുന്നത് പോലെ ഈ വന്ന ആളുകളെ അത്രയും തടഞ്ഞു. അങ്ങനെ ഭീഷ്മരെ വീണ്ടും അവർ സംരക്ഷിക്കുകയാണ്. ഈ സമയം വിരാടനും ദ്രുപദനും കൂടെ അവരെ ആരും തടയാൻ എത്തിയതല്ലോ എന്നും പറഞ്ഞ് ഉടനെ ഭീഷ്മരെ ലക്ഷ്യം വെച്ച് അവരുടെ വില്ലുമുയർത്തിപ്പിടിച്ച് അലറി വിളിച്ചുകൊണ്ട് മുന്നേറി. അവിടെ ഉയർന്ന പൊടിപടലങ്ങൾക്കിടയിൽ കൂടെ 2-3 അസ്ത്രങ്ങൾ വന്ന് അവരുടെ രഥത്തിലേക്ക് തറച്ചു കയറി. അവരങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു രഥം ഈ പൊടിപടലങ്ങൾക്കിടയിൽ കൂടെ പാഞ്ഞു വരുന്നത് കണ്ടു. ആ രഥം പുറത്തോട്ട് വരുന്നതിന് മുൻപ് തന്നെ രഥത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു തിളക്കം കണ്ടു. ആ തിളക്കം എന്തെന്നറിയാൻ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ രഥം പുറത്തേക്ക് വന്നു. ആ തിളക്കം ഒരു യോദ്ധാവിൻ്റെ നെറ്റിത്തടത്തിലായിരുന്നു. സാക്ഷാൽ അശ്വത്ഥാമാവായിരുന്നു അത്. അശ്വത്ഥാമാവ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മഹാരഥന്മാരായിട്ടുള്ള വിരാടനെയും ദ്രുപദനെയും പഞ്ഞിക്കിട്ടു. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരെ രണ്ടുപേരെ അശ്വത്ഥാമാവ് അവിടെ നിന്ന് ഓടിച്ചു. അങ്ങനെ പരസ്പരം ഇവരെ ഓരോ യോദ്ധാക്കളെ മറ്റുള്ള യോദ്ധാക്കൾ ലക്ഷ്യം വെച്ച് പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് വീണ്ടും ശിഖണ്ഡി ഭീഷ്മരെ ആക്രമിക്കാൻ തുടങ്ങി. ശിഖണ്ഡിയുടെ രഥത്തിന് പിന്നാലെ തന്നെ അർജുനൻ ശിഖണ്ഡിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടെത്തി ഭീഷ്മരുമായി പോരാടാനൊരുങ്ങി. എന്നിട്ട് ഭീഷ്മരെ ലക്ഷ്യം വെച്ച് അർജുനൻ തൻ്റെ രഥത്തിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു രഥം അർജുനൻ്റെ മുന്നിൽ വന്നങ്ങ് നിന്നിട്ട് അർജുനന് നേരെ തുരുതുരെ അമ്പ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഒരേ സ്വരത്തിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എടേ ദുശാസനായത് നീയാ എന്ന്. ദുശാസനൻ അർജുനനെ തടഞ്ഞു. അങ്ങനെ ദുശാസനനും അർജുനനും ഇടയിൽ ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം അങ്ങ് അരങ്ങേറി. പരസ്പരം ഇരുവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഇതിനിടയിൽ ദുശാസനൻ ഒരു കടന്നകൈ പ്രയോഗം കാണിച്ചു. അർജുനനെ 3 അസ്ത്രങ്ങൾ കൊണ്ടും ഒരാവശ്യമില്ലാതെ കൃഷ്ണനെ 20 അസ്ത്രങ്ങൾ കൊണ്ടും പ്രഹരിച്ചു. കൃഷ്ണനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു എന്ന് കണ്ടുടനെ തന്നെ അർജുനന് ദേഷ്യം വന്നിട്ട് ദുശാസനനെ 100 കണക്കിന് അസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചങ്ങോട്ട് പ്രഹരിച്ചു. ഈ അസ്ത്രങ്ങൾ ദുശാസനനെ നല്ലതുപോലെ മുറിവേൽപ്പിച്ചു. എന്നാൽ ഉടനെ തന്നെ ദുശാസനൻ 5-3 അസ്ത്രങ്ങൾ നേരെ അർജുനന് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ അർജുനൻ്റെ നെറ്റിത്തടത്തിൽ തറച്ചു എന്നാണ് പറയുന്നത്. അതായത് കിരീടത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തറച്ചങ്ങിരുന്നു. നെറ്റിത്തടത്തിൽ തറച്ചു എന്ന് പറയുമ്പോൾ കിരീടത്തിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കണം. ഇത് കണ്ടിട്ട് അർജുനന് ദേഷ്യം വന്നിട്ട് തിരിച്ച് ദുശാസനനെയും ഭയാനകമായിട്ട് അങ്ങോട്ട് മുറിവേൽപ്പിച്ചു. അങ്ങനെ ഈ പോരാട്ടത്തിനിടയിൽ അർജുനൻ ദുശാസനൻ്റെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. തൻ്റെ വില്ല് മുറിഞ്ഞു പോയ ഉടനെ തന്നെ ദുശാസനൻ തൻ്റെ രഥത്തിൽ ഭീഷ്മ പിതാമഹൻ്റെ രഥത്തിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. എന്നിട്ട് മറ്റൊരു വില്ലെടുത്തിട്ട് അർജുനന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. എന്നിട്ട് അർജുനൻ അയച്ച ചില അസ്ത്രങ്ങളെ ദുശാസനൻ മുറിച്ചിടുകയും ചെയ്തു. ഇതെല്ലാവർക്കും ഒരു അത്ഭുതമുണ്ടാക്കി. അന്ന് ദുശാസനൻ്റെ ആ ഒരു പ്രകടനം എല്ലാവരും പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ അധിക നേരമൊന്നും അർജുനൻ വെയിറ്റ് ചെയ്തില്ല. അസ്ത്രങ്ങൾ അയച്ച് ദുശാസനനെ ബോധം കെടുത്തി. എന്നാൽ ബോധം കെടുത്തി ഭീഷ്മരുടെ അടുത്തേക്ക് ദുശാസനൻ പോയെങ്കിൽ പോലും ബോധം തിരിച്ചു വന്നുടനെ അർജുനനെ വീണ്ടും ദുശാസനൻ ആക്രമിച്ചു. ഈ സ്ഥലങ്ങളിലൊന്നും അർജുനൻ ഒട്ടും പതറുന്നില്ല. ദുശാസനൻ പിറകോട്ട് പോണതുമില്ല. ഇതേ സമയങ്ങളിൽ നേരത്തെ പറഞ്ഞ യോദ്ധാക്കൾ അവരെല്ലാവരും പരസ്പരം ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഓരോ ആളുകളുടെ നമുക്ക് എടുത്തു പറയേണ്ട. അതിലേറ്റവും കൂടുതൽ പ്രകടനം കാണിച്ച ആളുകളാണ് ഈ ഒരു അശ്വത്ഥാമാവ്, അർജുനൻ, പിന്നെ വരുന്നത് സാത്യകി. സാത്യകിയുമായിട്ട് പോരാടിക്കൊണ്ടിരുന്നത് അലംബുഷനായിരുന്നു. ആ പോരാട്ടത്തിൽ അലംബുഷനെ സാത്യകിയും മുറിവേൽപ്പിച്ചു, സാത്യകി അലംബുഷനും മുറിവേൽപ്പിച്ചു. എന്നാൽ അലംബുഷൻ ചെയ്ത ചില അസ്ത്രങ്ങൾ സാത്യകിയെ നല്ലതുപോലെ പ്രഹരിച്ചു. ആ ഒരു പ്രഹരത്തിൽ തളർന്നു നിന്ന സാത്യകിയെ മറ്റൊരു ദിശയിൽ നിന്ന് ഭഗദത്തനും കൂടെ ആക്രമിച്ചു. അങ്ങനെ ഭഗദത്തനും അലംബുഷനും കൂടെ ഒരുമിച്ചായിരുന്നു പിന്നീട് സാത്യകിയുമായിട്ട് പോരാടിക്കൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ മുന്നിൽ സാത്യകി പിടിച്ചു നിന്നു. സാത്യകി ഇങ്ങനെ ഒരുപാട് മുറിവ് കൊണ്ടിങ്ങനെ ക്ഷീണിക്കുന്നത് കണ്ടിട്ട് ദുര്യോധനന് ഭയങ്കര സന്തോഷമായി. ദുര്യോധനൻ അട്ടഹസിച്ചിട്ട് മറ്റുള്ള ആളുകളെ എല്ലാവരെയും സാത്യകിയെ ആക്രമിക്കുവാനായി പറഞ്ഞു വിട്ടു. സാത്യകി അവരൊക്കെ നിൽക്കവേ തന്നെ വീണ്ടും ഭീഷ്മരെ ആക്രമിക്കാനായി ഒരുങ്ങി. ഇതേ സമയം അഭിമന്യുവും ഭീഷ്മരുടെ നേരെ പോകുന്നുണ്ട് കേട്ടോ. അഭിമന്യുവിനെ അവിടെ തടഞ്ഞത് കാംബോജനായിരുന്നു. പിന്നീട് അവർക്കിടയിൽ ഒരു പോരാട്ടം അങ്ങോട്ട് അരങ്ങേറി. അങ്ങനെ ഇരുപക്ഷത്തിലെയും യോദ്ധാക്കൾ പരസ്പരം തടഞ്ഞു നിർത്തുന്നു, പരസ്പരം ആക്രമിക്കുന്നു. ഈ സമയത്ത് ഭീഷ്മരവിടെ നിന്നുകൊണ്ട് ഗംഭീരമായി പോരാടുന്നു. അർജുനനും ദുശാസനനുമായി പോരാടുന്നു. ഈ പോരാട്ടങ്ങൾ അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ദ്രോണര് പെട്ടെന്ന് തന്നെ തൻ്റെ ശക്തമായിട്ടുള്ള വില്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു പാണ്ഡവ പക്ഷത്തിനെ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് ദ്രോണര് അസ്ത്രമേതങ്ങ് നിർത്തി. ദ്രോണാചാര്യരുടെ നെഞ്ചൊന്ന് പിടച്ചു. ദ്രോണാചാര്യ ഇങ്ങനെ ചുറ്റിലും നോക്കുമ്പോൾ ദ്രോണാചാര്യർ കാണുന്ന അത്രയും ദുർനിമിത്തങ്ങളാണ്. ഉടനെ തന്നെ ദ്രോണാചാര്യർ ഇത്രയും ഒരു ദുർനിമിത്തങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക് ഏൽപ്പിക്കാനായിട്ട് ദ്രോണാചാര്യരുടെ മുന്നിൽ അത്രയും കഴിവുള്ളവനായി തോന്നിയത് ഒരാൾ മാത്രമാണ്. ദ്രോണാചാര്യർ ഉറക്കെ വിളിച്ചു, മോനെ അശ്വത്ഥാമാവേ ഒന്നിങ്ങു വാ എന്ന്. അപ്പോൾ തന്നെ അശ്വത്ഥാമാവ് എന്താച്ചാ എന്ന് പറഞ്ഞെടുത്തെത്തി.
ഉടനെ തന്നെ ദ്രോണരിങ്ങനെ പകച്ച് ചുറ്റിനും എല്ലായിടവും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കണ്ട ഉടനെ അശ്വത്ഥാമാവ് കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ട് അച്ഛൻ എന്ത് പറ്റി? ദ്രോണര് പറഞ്ഞു, പുത്ര, ഇന്നത്തെ ദിവസം, ഈ ദിവസമായിരിക്കും പാർത്ഥൻ ഭീഷ്മർക്ക് നേരെ ഏറ്റവും ഭയാനകമായി പോരാടാൻ പോകുന്നത്. ഇന്നായിരിക്കും ചിലപ്പോൾ ഭീഷ്മരെ പാർത്ഥൻ വീഴ്ത്താൻ പോകുന്നത്. നീ ഇത് കണ്ടോ? മുഴുവനും ദുശകുലങ്ങളാണ്, നിമിത്തങ്ങളൊന്നും നല്ലതല്ല. ശാന്തമായ ദിശകളെല്ലാം ഭയാനകമായിരിക്കുന്നു. ഈ യുദ്ധകാഹളത്തിനിടയിൽ പോലും നീ കേൾക്കുന്നില്ലേ ചെന്നായ്ക്കളുടെ ഓരിയിടൽ? ഇത് ഇങ്ങനെ ചെന്നായ്ക്കൾ ഓരിയിടുന്നത് നീ കേട്ടിട്ടുണ്ടോ? അത് വളരെ ലക്ഷണം കെട്ട രീതിയിലുള്ള ഓരിയിടലാണ്. അതുപോലെ തന്നെ നീ ചുറ്റിനും നോക്കുക, സൂര്യനെ നോക്കുക. സൂര്യൻ്റെ നിറം കണ്ടോ? ഈ ഒരു രാവിലെ ഉച്ച സമയത്ത് സൂര്യൻ മങ്ങിയാണ് നിൽക്കുന്നത്. അന്തരീക്ഷം മുഴുവനും ചുവന്നു നിൽക്കുന്നു. എന്നിട്ട് ദ്രോണർക്ക് ജ്യോതിഷമറിയാം. ജ്യോതിഷത്തിലെ ചില കാര്യങ്ങൾ ദ്രോണർ പറയുകയുണ്ടായി. ലക്ഷണം വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു, നിമിത്തങ്ങൾ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദ്രോണർ പറഞ്ഞു, ഇതെല്ലാം കൗരവരും പാണ്ഡവരും അണിനിരഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്തിലെ മഹാവിപത്തിനെ സൂചിപ്പിക്കുന്ന ദുർനിമിത്തങ്ങൾ മാത്രമാണ് പുത്ര. അർജുനനെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ ഇന്ന് മറ്റുള്ള യോദ്ധാക്കളെ എല്ലാം ഒഴിവാക്കിയിട്ട് ഭീഷ്മരെ ലക്ഷ്യം വെച്ച് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദ്രോണാചാര്യർ അശ്വത്ഥാമാവിൻ്റെ മുഖത്ത് നോക്കി വീണ്ടും പറഞ്ഞു, മഹായോദ്ധാവായ ശിഖണ്ഡിനി എന്ന പെൺകുട്ടിയായിട്ടാണ് ജനിച്ചേ. അത് ഭീഷ്മർക്കറിയാം. അതുകൊണ്ട് തന്നെ ഭീഷ്മർ അവനെ ആക്രമിക്കത്തില്ല. പിന്നെ അർജുനനെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവന് സകല ശസ്ത്രങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. അവൻ ബുദ്ധിമാനാണ്, ധീരനാണ്, ശക്തനാണ്. ദൂരെ നിന്നുകൊണ്ട് നല്ല ശക്തിയോടുകൂടി തന്നെ അസ്ത്രങ്ങൾ പ്രഹരിക്കാനുള്ള ശേഷി അവനുണ്ട്. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല മോനെ. അതുപോലെ തന്നെ അവൻ ക്ഷീണത്തിനെ വരെ അതിജീവിച്ചവനാണ്. അതുകൊണ്ട് ശക്തമായി അവൻ പോരാടും. യുധിഷ്ഠിരൻ്റെ ക്രോധം, അർജുനൻ്റെ ഈ പ്രകടനം, പിന്നെ എൻ്റെ ആയുധങ്ങളുടെ ഈ ഒരു ശക്തി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് പാണ്ഡവ പക്ഷത്തിലുള്ള ഓരോ യോദ്ധാക്കളെക്കുറിച്ചും ദ്രോണർ എടുത്തു പറഞ്ഞു. എന്നിട്ട് അശ്വത്ഥാമാവിനോട് പറഞ്ഞു, നീ എന്താ പറയുക, ഏതൊരച്ഛനും ആഗ്രഹം തൻ്റെ മകൻ ചിരഞ്ജീവിയായിരിക്കണമെന്നാണ്. പക്ഷേ ഇന്നെനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. നീ ഇന്ന് പോയി ദൃഷ്ടദ്യുമ്നനെ ആക്രമിക്കണം, ഭൃഗോദരനെ ആക്രമിക്കണം. ഈ സേനയെ സംരക്ഷിക്കാൻ എന്തും നീ ചെയ്യണം. ദ്രോണർ പറഞ്ഞു തീർന്ന അടുത്ത സെക്കൻഡ് അശ്വത്ഥാമാവ് കാര്യം ചെയ്യാനായിട്ട് പോയി. എന്താ പറയുക, ഇത് നമ്മൾ കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അർജുനന് വേണ്ടി മാത്രമുള്ള ബിൽഡപ്പാണെന്നും. അർജുനന് ബിൽഡപ്പ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ അശ്വത്ഥാമാവിനുള്ള ബിൽഡപ്പാണ് കൊടുത്തേ. ഇത്രയൊക്കെ കേട്ട സാധാരണ മനുഷ്യർക്കാണെങ്കിൽ പേടി വരും. അശ്വത്ഥാമാവിൻ്റെ മുഖത്തൊരു പേടി പോലും ഇല്ല. പറഞ്ഞ ഉടനെ രഥവും എടുത്തു പോയി. അങ്ങനെ അശ്വത്ഥാമാവ് പാണ്ഡവ പക്ഷത്തിൻ്റെയും കൗരവ പക്ഷത്തിൻ്റെയും ഇടയിൽ കൂടെ തൻ്റെ രഥം ചുറ്റിച്ചിങ്ങനെ കയറിപ്പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. കൗരവ പക്ഷത്തിലെ അതിശക്തരായിട്ടുള്ള 10 യോദ്ധാക്കൾ ഇങ്ങനെ ഒരു യോദ്ധാവിനെ ചുറ്റിനും നിന്ന് ആക്രമിക്കുകയാണ്. ആ 10 യോദ്ധാക്കൾ ആരും ചില്ലറക്കാരല്ല. കൃതവർമാവ്, ഭഗദത്തൻ, ശല്യര്, ജയദ്രഥൻ, കൃപാചാര്യർ, വിന്ദാനുവിന്ദന്മാർ, അതുപോലെ ചിത്രസേനൻ, വികർണൻ, ദുർമർഷണൻ. ഈ 10 പേര് ഒരു പാണ്ഡവ യോദ്ധാവിനെ ചുറ്റിനും നിന്ന് ആക്രമിക്കുന്നു. അതാരടാ അത് എന്നറിയാനായിട്ട് അശ്വത്ഥാമാവ് ഒന്ന് പൊങ്ങി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഗർജിച്ചുകൊണ്ട് വില്ലുമുയർത്തി പിടിച്ച് നിൽക്കുന്ന ഭീമനെയാണ്. അങ്ങനെ ഭീമൻ അങ്ങോട്ട് ആക്രമിക്കുന്നു, ഇവർ ഭീമനെ തിരിച്ചാക്രമിക്കുന്നു. ഭീമൻ തെല്ലും ഭയക്കുന്നില്ല. ഒരുമാതിരി പോർവറി കൊണ്ട് ഭീമൻ അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചുകൊണ്ട് എല്ലാവരെയും ആക്രമിക്കുന്നു. ഭീമൻ്റെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് ശല്യർക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇവൻ ഇത്ര പോർവിധിയോ? ഞാനും ശക്തൻ, അവനും ശക്തൻ, അവനെ അങ്ങ് വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് ശല്യർ ഭീമന് നേരെ അസ്ത്രങ്ങൾ അങ്ങോട്ട് എയ്ത് കയറ്റി. ഭീമൻ്റെ ശ്രദ്ധ ശല്യർക്ക് നേരെ പോയി. അങ്ങനെ ശല്യരെ സംരക്ഷിക്കാനായിട്ട് മറ്റ് 9 പേര് വീണ്ടും ഭീമനെ കടന്നു കയറി അങ്ങ് ആക്രമിച്ചു. അങ്ങനെ ഭീമൻ പോരാടിക്കൊണ്ടിരുന്ന ഈ സമയത്ത് ഭഗദത്തൻ ഭീമന് നേരെ ഒരു വേല് വലിച്ചെറിഞ്ഞു. അതിൻ്റെ ഒപ്പം ജയദ്രഥൻ ഒരു വേലും ഒരു കുന്തവും വലിച്ചെറിഞ്ഞു. കൃപാചാര്യർ ശതാഗ്നി പ്രയോഗിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓരോ യോദ്ധാക്കളും ഭീമന് നേരെ ഓരോ ആയുധങ്ങൾ വലിച്ചു നിറഞ്ഞു. ഈ സമയം അർജുനൻ ആ വഴി ഇങ്ങനെ പറന്നു പോവുകയാണ്. അർജുനനുടനെ അവിടെ ഈ ശബ്ദം കേട്ടിട്ട് തൻ്റെ രഥത്തിൽ പാഞ്ഞങ്ങോട്ടേക്ക് എത്തി. മുന്നിൽ കാണുന്ന രഥങ്ങളെയും യോദ്ധാക്കളെയും എല്ലാം അസ്ത്രങ്ങൾ ഇത് അവിടെ നിന്ന് തെറുപ്പിച്ച് അർജുനൻ ആ രഥത്തിലേക്ക് ഇടിച്ചു കയറി മുന്നോട്ട് പോയപ്പോൾ അർജുനൻ കാണുന്ന കാഴ്ച ഭീമന് നേരെ വരുന്ന കുന്തത്തിനെയും അതുപോലെ തന്നെ വേലിനെയും മറ്റായുധങ്ങളെയും ശതാഗ്നിയെയല്ല ഭീമൻ അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ മുറിച്ച് നിലത്തിട്ടതാണ്. അർജുനൻ വന്നതൊന്നും ഭീമൻ ശ്രദ്ധിക്കുന്നില്ല. ഭീമൻ അവരുമായിട്ട് പോരാടുന്നു, അവർ ഭീമന് നേരെ അസ്ത്രങ്ങൾ ചെയ്യുന്നു. ഉടനെ തന്നെ അർജുനൻ ഭീമനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് ആളുകളെ അത്രയും അസ്ത്രം ഇതങ്ങോട്ട് പറപ്പിച്ചു. അങ്ങനെ ഇവർ 2 പേരും കൂടെ അവിടെ ഒരുമിച്ചങ്ങ് നിന്നു. ഈ 2 എണ്ണം കൂടെ ഒരുമിച്ച് നിന്ന് എന്താ പറയുക,
ഭയങ്കരമായിട്ടുള്ള പോരാട്ടമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകണം. ഒരാളെ തന്നെ താങ്ങാൻ പറ്റത്തില്ല അല്ലേ? ഇങ്ങനെ 2 എണ്ണം കൂടെ അവിടെ അങ്ങ് വന്നു. അങ്ങനെ ഇവർക്കിടയിലുള്ള ഈ പോരാട്ടം മുറുകിക്കൊണ്ടിരുന്ന സമയത്ത് യുധിഷ്ഠിരൻ നകുല സഹദേവന്മാരെയും അതുപോലെ തന്നെ മറ്റുള്ള യോദ്ധാക്കളെയും കൂട്ടി ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മർക്ക് നേരെ വീണ്ടും പോയി. അവിടെ പോയപ്പോൾ അവർ കാണുന്ന കാഴ്ച, ഭീഷ്മർ അവിടെ ഒരു സ്ഥലത്തു നിന്നങ്ങോട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാണ്ഡവ സൈന്യം അവരലറി വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടുന്നു. എന്നിട്ട് പല വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ, ഗദ, പോർക്കോടാലികൾ, കുന്തം, വേല്, ധനുസ്, അങ്ങനെ പല ആയുധങ്ങൾ കൊണ്ട് ഇവർ ഭീഷ്മരെ വളഞ്ഞു. കണ്ടു നിൽക്കുന്നവർക്ക് ഭയാനകമായി തോന്നുന്ന രീതിയിൽ അവരവിടെ പോരാടിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് അഭിമന്യുവും ദുര്യോധനനും തമ്മിൽ പോരാടി. നേരത്തെ പോലെ തന്നെ ഓരോ മഹാരഥന്മാരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂട്ടമായിട്ടുള്ള ആക്രമണം, എന്നുവെച്ചാൽ പരസ്പരം ലക്ഷ്യം വെച്ച് ഒരു കൂട്ടം ആളുകൾക്ക് ഭീഷ്മരെടുത്ത് എത്തണം. മറ്റുള്ളവർ എന്ത് സംഭവിച്ചാലും യവന്മാരെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കരുത്. പരസ്പരം വഴിമുടക്കിയ ആക്രമണങ്ങളായിരുന്നു. അങ്ങനെ ഓരോ യോദ്ധാക്കളുടെയും പേരെടുത്ത് പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ ദ്രോണർക്കും ദൃഷ്ടദ്യുമ്നനും ഇടയിൽ ഒരു പോരാട്ടം അരങ്ങേറുന്നു. ദ്രോണരും ദൃഷ്ടദ്യുമ്നനും പല ആയുധങ്ങൾ കൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്നു. 2 പേരും പിറക്കോട്ട് പോണില്ല, ഒരു യോദ്ധാക്കളും പിറക്കോട്ട് പോണില്ല. ഒരു പോയിന്റിൽ ഒരു യോദ്ധാവ് ഈ യോദ്ധാവിൽ നിന്ന് മാറി മറ്റൊരു യോദ്ധാവിനെ ആക്രമിക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് അവിടെ മാറി നിൽക്കുന്ന യോദ്ധാവുണ്ടല്ലോ, പുള്ളിക്കാരൻ അടുത്ത മഹാരഥനെ ആക്രമിക്കുന്നു. അപ്പോൾ ഓരോന്നും എടുത്തു പറയാൻ നിന്ന ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് ഭീഷ്മരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, ഭീഷ്മരുടെ അടുത്തേക്ക് പോകുന്ന യുദ്ധങ്ങൾ മാത്രമാണ് ഈ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അർജുനൻ ഒരു മതയാന മറ്റൊരു മതയാനയോട് പോരാടുന്നത് പോലെ, കൊമ്പ് കോർക്കുന്നത് പോലെ ഭീഷ്മരുമായിട്ട് പോരാടാൻ തുടങ്ങി. ആ പോരാട്ടത്തിൽ ഭീഷ്മരുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അർജുനൻ ശിഖണ്ഡിയെ വിളിച്ചിട്ട്, നിന്റെ രഥവുമായി മുന്നിൽ വന്ന് നിന്ന് നിന്റെ ജന്മ ഉദ്ദേശം പൂർത്തിയാക്ക്, പിതാമഹനെ നീ ആക്രമിക്ക് എന്നും പറഞ്ഞ് ഭീഷ്മർക്ക് ചുറ്റിനും നിൽക്കുന്ന ആളുകളെ എല്ലാം അർജുനൻ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അത്രയും കാലവും അവർ കണ്ട അർജുനനെ അല്ല, കഴിഞ്ഞ 9 ദിവസങ്ങൾ കണ്ട അർജുനനെ അല്ല അവർ അന്നത്തെ ദിവസം അവിടെ കാണുന്നത്. ഇന്നും മറ്റാരുമാണ് അർജുനൻ. ആ രീതിക്ക് അർജുനൻ അവിടെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഭീഷ്മരെ സംരക്ഷിക്കാനായിട്ട് ഒരു കൂട്ടം സൈന്യം ഭീഷ്മരുടെ ഇരുവശങ്ങളിലേക്കും ഇങ്ങനെ പാഞ്ഞു കയറി വന്നു. അങ്ങനെ കൗരവപക്ഷത്തിലുള്ള പല ഡിവിഷൻ സൈന്യങ്ങൾ ഭീഷ്മരെ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും അർജുനൻ ഉടനെ ശിഖണ്ഡിയോട് പറഞ്ഞ്, രഥം പുറകോട്ടെടുത്തോ എന്നും പറഞ്ഞ് അർജുനൻ്റെ രഥം മുന്നോട്ട് പോയിട്ട് അർജുനൻ ആ വന്ന അത്ര സൈന്യത്തിനെയും ചിന്നി അവിടെ നിന്ന് ഓടിച്ചു. അതായത് അവിടെ നിന്ന് പറപ്പിച്ചു അർജുനൻ. എന്നിട്ട് വീണ്ടും ശിഖണ്ഡിയുടെ രഥത്തിനെ മുമ്പോട്ട് കയറ്റി നിർത്തി. സത്യം പറഞ്ഞാൽ ഈ സീരീസിലൊക്കെ കണ്ടതുപോലെ അർജുനൻ്റെ രഥത്തിൽ ശിഖണ്ഡിയും കയറി നിന്ന് ശിഖണ്ഡിയുടെ പിറകെ അർജുനൻ നിന്ന് പോരാടുന്നു. അങ്ങനെയല്ല സംഭവം. വ്യാസമഹാഭാരതത്തിൽ ഇവർ രണ്ടുപേരും 2 രഥത്തിലാണ്. ഇവരുടെ പടത്തലക്കിൽ ശിഖണ്ഡിയുടെ രഥം നിൽക്കും. ആ രഥത്തിന് പിന്നിൽ മറ്റുള്ള മഹാരഥന്മാരുടെ രഥം, അർജുനൻ്റെ രഥം. അങ്ങനെയാണ് പോരാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു പോരാട്ടത്തിനിടയിൽ അർജുനൻ ശിഖണ്ഡിയുടെ രഥം മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷ്മർക്ക് നേരെ പൊക്കോണ്ടിരുന്നപ്പോൾ അർജുനനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള രഥസൈന്യങ്ങളെയും സോമകന്മാരുടെയും രഥങ്ങളെല്ലാം തകർന്നു വീണു. അർജുനൻ അതെല്ലാം തിരിഞ്ഞു നോക്കിയിട്ട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഭീഷ്മർ അവിടെ നിന്നുകൊണ്ട് ശിഖണ്ഡിയുടെ ദേഹത്ത് ഒരു അസ്ത്രം പോലും കൊള്ളിക്കാതെ അർജുനനെ പിന്തുടർന്ന് വന്ന സോമകന്മാരെ അത്രയും വീഴ്ത്തി. എന്നിട്ട് വീണ്ടും അർജുനൻ്റെ കൂടെ മറ്റുള്ള പാണ്ഡവ യോദ്ധാക്കളും കൂടെ ചുറ്റിനും ചേർന്നിട്ട് ഭീഷ്മരെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. ഭീഷ്മർ ആ അസ്ത്രങ്ങളെയും തടഞ്ഞ് തിരിച്ച് ശരവർഷം നടത്തി. ഈ സമയത്ത് വീണ്ടും ദുശാസനൻ അർജുനനുമായിട്ട് പോരാടി തുടങ്ങി. ഇന്നത്തെ ദുശാസനൻ്റെ പ്രകടനം അവിടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനമായിരുന്നു. അത്രത്തോളം ധൈര്യത്തോടുകൂടി ദുശാസനൻ അർജുനനെ പിന്തുടർന്നു വന്ന അത്ര യോദ്ധാക്കളുടെയും രഥം തകർത്തു. അവരെ അവിടെ നിന്ന് ഓടിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള യോദ്ധാക്കളെയും ഓടിച്ചു. എന്നിട്ട് അർജുനനുമായി പോരാടി തുടങ്ങി. എന്നാൽ അധിക നേരം ഇപ്രാവശ്യം ദുശാസനന് അർജുനൻ്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അർജുനൻ്റെ ദേഷ്യം വേറൊരു ലെവലിലോട്ടങ്ങ് പോയി. അർജുനൻ ദുശാസനനുമായി പോരാടി വീണ്ടും അസ്ത്രങ്ങൾ കൊണ്ട് ദുശാസനനെ പ്രഹരിച്ച് അവിടെ ദുശാസനനെ പരാജയപ്പെടുത്തി. ഈ സമയത്ത് ദുര്യോധനൻ പെട്ടെന്ന് തന്നെ തൻ്റെ പിതാമഹനെ, അതായത് സർവ്വസൈന്യാധിപനായ തൻ്റെ പിതാമഹനെ സംരക്ഷിക്കുവാനായിട്ട് ഒരു കൂട്ടം പടയാളികളെ അവിടെ നിയോഗിച്ചു. എന്നിട്ട് കൗരവ പക്ഷത്തിലുണ്ടായിരുന്ന മറ്റുള്ള പല രാജ്യങ്ങളുടെ സൈന്യങ്ങളെ ഒരുമിച്ച് വിളിച്ചു. എന്നിട്ട് ആ രാജ്യങ്ങളുടെ സൈന്യത്തിനെ ഒരുമിച്ച് അർജുനൻ്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സൈന്യവുമായിട്ട് പോയി അർജുനനെ തടയാൻ പറഞ്ഞു. ഇവരെല്ലാവരും അർജുനൻ്റെ നേരെ ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ടുടനെ അർജുനൻ്റെ മുഖവും മട്ടും ഭാവവും മാറി. ഇന്നേ വരെ നമ്മൾ കണ്ട അർജുനനല്ല ഇന്ന് കാണുന്നത്. അർജുനൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം വർദ്ധിക്കുന്നു. അർജുനൻ ഒരു അസ്ത്രമെടുത്ത് തൻ്റെ ബില്ലിലേക്ക് വെച്ച് മന്ത്രജപം തുടങ്ങി അതൊരു ദിവ്യാസ്ത്രമാക്കിയിട്ട് മുന്നോട്ട് അവർക്ക് നേരെ അയച്ചു. കരകര എന്നൊരു ശബ്ദം ഉണ്ടായി. ഈ അസ്ത്രങ്ങൾ 1000കണക്കിന് അസ്ത്രങ്ങളായി മാറി.
ഒരുമിച്ച് ചെന്ന് ആ വന്ന അത്ര പേരെയും അർജുനൻ വീഴ്ത്തി. അങ്ങനെ അർജുനൻ ഈ ഒരു പോരാട്ടം കഴിഞ്ഞിട്ട് അടുത്ത ആരെന്നുള്ള രീതിക്ക് ചുറ്റിനും നോക്കി. ദുശാസനൻ അവിടെ വന്നു. ദുശാസനന് നേരെ അർജുനൻ അസ്ത്രങ്ങൾ തുരുതുരയായതു. ആ അസ്ത്രങ്ങൾ ദുശാസനൻ്റെ ദേഹവും പിളർന്ന് ഭൂമിയിലേക്ക് തുളച്ചങ്ങ് കയറി. എന്നിട്ട് ദുശാസനൻ്റെ കുതിരകളെയും വധിച്ചു. ആ രഥവും അങ്ങ് തകർത്തു. എന്നിട്ട് അർജുനൻ വിവിംശതി എന്ന കൗരവ രാജകുമാരന് നേരെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് ആ രഥവും തകർത്തു. വിവിംശതിയെ ഭയങ്കരമായിട്ട് അസഹനീയമായിട്ടുള്ള രീതിയിൽ മുറിവേൽപ്പിച്ചു. അതിനുശേഷം ദേഷ്യം വന്ന് അർജുനൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ അർജുനൻ്റെ കണ്ണിൽ കാണുന്നത് കൃപാചാര്യരും ശല്യരും വികർണനുമായിരുന്നു. ആ 3 മഹായോദ്ധാക്കളുടെ രഥങ്ങൾ അർജുനൻ തകർത്തു. ഇവരുടെയൊക്കെ രഥം തകർത്തതിന് ശേഷം അർജുനൻ ഇവരെ എല്ലാം അവിടെ നിന്ന് ഓടിച്ചു. അങ്ങനെ കൗരവപക്ഷത്തിലേക്കുള്ള അർജുനൻ്റെ കടന്നു കയറിയുള്ള ആക്രമണം ഇതൊരു പരിധിക്കപ്പുറമായപ്പോഴത്തേക്കും ഭീഷ്മർ ഒരു ദിവ്യായുധം പ്രയോഗിക്കാൻ ഒരുങ്ങി. എന്നാൽ ആ സമയത്ത് ശിഖണ്ഡി ഭീഷ്മരുടെ മുന്നിൽ വന്നു. അദ്ദേഹം ആ ആയുധത്തെ തിരിച്ചു വയ്ക്കുകയും ചെയ്തു. നേരത്തെ രഥമില്ലാതെ ഓടിയ ആളുകളെല്ലാം ഇപ്പോൾ അവരവരുടെ രഥത്തിലൊക്കെ കയറിയിട്ടുണ്ട്. ഭീഷ്മർ വീണ്ടും തൻ്റെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. പാണ്ഡവരുടെ എല്ലാം മർമ്മഭാഗങ്ങൾ ഭീഷ്മർ പിളർന്നു. 5000 രഥങ്ങളെയാണ് ഭീഷ്മർ തകർത്ത് വിട്ടത്. 5000 രഥങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് ഗജസൈന്യങ്ങൾ, 10000കണക്കിന് കുതിരസൈന്യങ്ങൾ, 14000കണക്കിന് വരുന്ന കാലാൾ പടയാളികളെയും ഭീഷ്മർ അവിടെ തകർത്തു. ഈ സമയത്ത് തൻ്റെ ഉള്ളവരുടെയും അതുപോലെ ശിഖണ്ഡിയുടെയും സുരക്ഷ ഉറപ്പുവരുത്തുവാനായിട്ട് അർജുനൻ മുന്നോട്ട് കയറി ഭീഷ്മരുടെ കൂടെ വന്ന ആ അത്ര യോദ്ധാക്കളെയും ഭീഷ്മരെ പിന്തുടർന്ന് വന്ന അത്തരം മഹായോദ്ധാക്കളെയും അർജുനൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് വധിച്ചു. ഉടനെ തന്നെ പാണ്ഡവരെല്ലാവരും വീണ്ടും ശിഖണ്ഡിയെ പടത്തലയ്ക്കൽ നിർത്തി അവരുടെ രഥങ്ങളിൽ നിന്നുകൊണ്ട് ഭീഷ്മരെ ചുറ്റി വളഞ്ഞ് പല ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. ആ പ്രഹരത്തിൽ ഭീഷ്മരുടെ ചത്ത തകർന്നു. ഭീഷ്മരുടെ ചത്ത തകർന്ന ആ ഒരു സമയം അത് കുരുവംശത്തെയും കൗരവരെയെല്ലാം സംരക്ഷിച്ചു പോന്നിരുന്ന തേജോമയമായിട്ടുള്ള ഒരു കവചം, ആ കവചം തകർന്നതിന് തുല്യമായിരുന്നു. അങ്ങനെ ഈ സമയങ്ങളിലൊന്നും ഭീഷ്മർ ഒട്ടും പതറുന്നില്ല. ഭീഷ്മർ തൻ്റെ മുന്നിൽ വരുന്ന അത്ര യോദ്ധാക്കളെ, ഭീമനെയും അർജുനനെയും ദൃഷ്ടദ്യുമ്നനെയും എല്ലാവരെയും ഭീഷ്മർ പ്രഹരിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. ഈ സമയത്ത് ശിഖണ്ഡി തൻ്റെ രഥത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് ചാടിക്കയറി നിന്ന് ലക്ഷ്യം വെച്ച് ശക്തമായി ഒരസ്ത്രം ഭീഷ്മർക്ക് നേരെ അയച്ചു. ഈ അസ്ത്രം ഭീഷ്മരുടെ ദേഹം തുളച്ചു. ആ അസ്ത്രത്തിൻ്റെ ആഘാതത്തിൽ ആ മഹാമയൻ കുറച്ചു നേരത്തേക്ക് താൻ പണ്ട് കാലത്ത് ചെയ്തൊരു കാര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത പോയി. പണ്ട് അംബ, അംബിക, അംബാലിക എന്ന് പറയുന്ന കാശി നരേശൻ്റെ 3 പുത്രിമാരെ തൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള സത്യവതി പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് വരികയും അംബ മാത്രം വിചിത്രവിധൻ എന്ന ഭീഷ്മരുടെ സഹോദരനെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. കാരണം അംബയുടെ മനസ്സിൽ ശാൽവൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. ശാൽവനോട് വീണ്ടും തൻ്റെ ഇഷ്ടം അഭ്യർത്ഥിച്ച് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, എന്നെ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ശാൽവൻ ഭീഷ്മരെ ഭയന്നിട്ട് അംബയെ തള്ളിപ്പറഞ്ഞു. ഇത് അംബയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഭീഷ്മൻ്റെ വധത്തിന് വേണ്ടി അംബ പലതും ശ്രമിച്ചു. രാമനുമായിട്ടുള്ള യുദ്ധം, പരശുരാമനുമായിട്ടുള്ള യുദ്ധം അത് ഫലം കണ്ടില്ല. അങ്ങനെ അംബ അതികഠിനമായിട്ടുള്ള ഒരു തപസ് ചെയ്യുകയുണ്ടായി. ആ തപസ് കണ്ടിട്ട് മുനിവര്യന്മാർ വന്ന് അംബയോട് തപസ് അവസാനിപ്പിക്കാൻ പറയുന്ന രീതിക്കുള്ള ശക്തമായ തപസ്. ആ തപസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്വരത്തിൽ ചോദിച്ചു, എന്തിനാണ് കന്യകെ നീ ഇങ്ങനെ തപസ് ചെയ്യുന്നത്? അംബ ഉറക്കെ പറഞ്ഞു, പുണ്യത്തിനോ സ്വർഗത്തിനോ വേണ്ടിയല്ല ഞാൻ തപസ് ചെയ്യുന്നത്. എനിക്ക് ഭീഷ്മനെ വധിക്കണം. എനിക്കൊരു പുരുഷനായി തീർന്ന ഭീഷ്മനെ വധിക്കണം. ഭീഷ്മനെ വധിക്കാനായിട്ടാണ് ഞാൻ തപസ് ചെയ്യുന്നത്. ഈ സമയത്ത് ഒരു ദിശയിൽ നിന്ന് ആകാശത്തെ മുഴക്കുന്ന ഒരു തേജോമയമായിട്ടുള്ള ശബ്ദം അവർ കേട്ടു. നീ ഭീഷ്മനെ വധിക്കും. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ എല്ലാവരുടെയും ഉള്ളൊന്ന് കിടിലം കൊണ്ടു. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നതോ തേജസ് നിറഞ്ഞ വെളിച്ചം മാത്രം, ശക്തമായിട്ടുള്ളൊരു വെളിച്ചം. ആ വെളിച്ചത്തിലേക്ക് മുനിവിജയന്മാരെല്ലാവരും കൂപ്പുകൈകളോടുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഒരു രൂപം അവിടെ തെളിഞ്ഞു കണ്ടു. ആ രൂപമെന്ന് പറയുമ്പോൾ വിരിഞ്ഞ നെഞ്ച്, കാൽമുട്ട് വരെ നീളമുള്ള കൈ, വെളുത്ത നിറം. ആ രൂപത്തിനൊരു ജടയുണ്ടായിരുന്നു. ആ ജടയാകട്ടെ അഗ്നിയുടെ നിറമുള്ള ജട. ആ ജടയിൽ വെട്ടിത്തിളങ്ങുന്നൊരു ചന്ദ്രക്കലയുണ്ടായിരുന്നു. പുലിത്തോലെടുത്ത് ആനത്തോൽ പുതച്ച് കയ്യിൽ അതിശക്തമായിട്ടുള്ളൊരു തൃശൂലവുമേന്തി സാക്ഷാൽ മഹാദേവനായിരുന്നു ആ നിന്നത്. ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഹരഹര മഹാദേവ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ സ്തുതിച്ചു. അദ്ദേഹം അംബയോട് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഭീഷ്മരെ നീ വധിക്കും. അപ്പോൾ ഉടനെ തന്നെ അംബ ചോദിച്ചു, ഉമാപതേ, ഒരു സ്ത്രീയായ ഞാൻ എങ്ങനെയാണ് യുദ്ധത്തിന് പോയി ഭീഷ്മരെ വധിക്കുന്നത്? ഉടനെ തന്നെ മഹാദേവൻ വീണ്ടും ഒരു വാക്ക് പറഞ്ഞു. ഈ ഓരോ ആളുകൾക്കൊരു സിഗ്നേച്ചർ ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ മഹാദേവൻ്റെ ഒരു സിഗ്നേച്ചർ ഡയലോഗ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏത് കഥകൾ നമ്മൾ കേട്ടാലും
മഹാദേവൻ്റെ ഒരു സിഗ്നേച്ചർ ഡയലോഗാണത്. ഞാൻ പാഴ്വാക്കുകൾ പറയാറില്ല, ഞാൻ പറയുന്നതെല്ലാം സത്യമാവുക തന്നെ ചെയ്യും. ഇത് മഹാദേവൻ വീണ്ടും പറഞ്ഞു, ഞാൻ പാഴ്വാക്കുകൾ പറയാറില്ല, ഞാൻ പറയുന്നതെല്ലാം സത്യമാവുക തന്നെ ചെയ്യും. അമ്പേ, നീ തന്നെയായിരിക്കും ഭീഷ്മരുടെ മരണത്തിനുള്ള കാരണം. പക്ഷേ ഈ ജന്മത്തിലോ ഈ ശരീരത്തിലോ അല്ല, അടുത്ത ജന്മത്തിൽ ദ്രുപദൻ്റെ കുടുംബത്തിൽ അതിശക്തനായ ഒരു യോദ്ധാവായിട്ട് ജനിക്കും. അന്ന് നീ ഭീഷ്മരുടെ മരണത്തിന് കാരണമാകും എന്ന് പറഞ്ഞ് മഹാദേവൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ഈ ഒരു സംഭവം ഭീഷ്മരുടെ മനസ്സിൽ ഓർമ്മ വന്നു. അമ്പയുടെയും അമ്പാലികയുടെയും കാര്യമല്ല. അങ്ങനെ തൻ്റെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഭീഷ്മർ ആ ഒരസ്ത്രം തൻ്റെ ദേഹത്ത് കയറിയപ്പോൾ, ശിഖണ്ഡി അയച്ച അസ്ത്രം തൻ്റെ ദേഹത്ത് കയറിയപ്പോൾ ഭീഷ്മർ ഒന്ന് ഓർത്തു. എന്നിട്ട് വീണ്ടും ഭീഷ്മർ അവിടെ നിന്ന് പോരാടാൻ തുടങ്ങി. എന്നാൽ ഭീഷ്മരുടെ ഈ പോരാട്ടത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഭീഷ്മർ തൻ്റെ ധനുസ്സുയർത്തി എല്ലാവരെയും പ്രഹരിക്കാൻ ഒരുങ്ങിയപ്പോൾ അർജുനൻ ഭീഷ്മരുടെ വില്ല് മുറിച്ചങ്ങിട്ടു. ഇത് കൗരവപക്ഷത്തിലെ ചില മഹായോദ്ധാക്കൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ദ്രോണർ, ജയദ്രഥൻ അങ്ങനെയുള്ള ഈ മഹായോദ്ധാക്കളെല്ലാവരും അർജുനനെ ആക്രമിക്കാൻ വന്നു. അർജുനൻ അവരെ മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. അർജുനൻ തൻ്റെ ലക്ഷ്യത്തിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അങ്ങനെ അർജുനൻ വീണ്ടും ഭീഷ്മരുമായി പോരാടിക്കൊണ്ടിരുന്നു. ഭീഷ്മരുടെ വില്ല് മുറിച്ചു കളഞ്ഞതിനു ശേഷം അർജുനൻ അസ്ത്രങ്ങൾ കൊണ്ട് വീണ്ടും ഭീഷ്മരെ പിളർന്നു. ആ അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ദേഹത്ത് തുളച്ച് കയറിയപ്പോൾ ഭീഷ്മർ വീണ്ടും തൻ്റെ ഭൂതകാലത്തിലേക്കൊന്ന് ചിന്തിച്ചു. ഒരു ഫ്ലാഷ് ബാക്ക്. പണ്ട് തൻ്റെ ഗുരുവായിട്ടുള്ള പരശുരാമനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അമ്പയ്ക്ക് വേണ്ടി ഭഗവാൻ പരശുരാമൻ മഹാമയനായ ഭീഷ്മരുമായി പോരാടിക്കൊണ്ടിരുന്ന ആ ഒരു യുദ്ധത്തിൽ ഭീഷ്മർ പരശുരാമന് നേരെ തൻ്റെ ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ തയ്യാറായി നിന്ന സമയത്ത് ക്രോധത്തോടെ നിന്ന പരശുരാമൻ്റെ മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ പിതൃക്കളും എത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ രാമ, ഒരു കാര്യം മനസ്സിലാക്കുക, ഭീഷ്മർ വധിക്കപ്പെടും. പാണ്ഡുവിൻ്റെ പുത്രനായിട്ട് അർജുനൻ എന്നൊരു യോദ്ധാവ് ജനിക്കും. അവൻ 3 ലോകങ്ങളിലും സബ്യസാചി എന്ന പേരിൽ അറിയപ്പെടും. അവൻ പുരന്ധരൻ, അതായത് ദേവേന്ദ്രൻ്റെ മകനായിരിക്കും. അതീവ പോർവീര്യമുള്ള അവൻ സാധാരണക്കാരനായ ഒരുവനല്ല. മഹാതേജസ്വിയായ ദൈവം നരപ്രജാപതിയുടെ പുനർജന്മമാനവൻ. അവനായിരിക്കും ഭീഷ്മരുടെ മരണത്തിന് കാരണമാകുന്നത്. ഭീഷ്മരെ അവൻ വധിക്കും. ഭീഷ്മവധം അത് അർജുനൻ്റെ നിയോഗമാണ് എന്ന് പരശുരാമനോട് അദ്ദേഹത്തിൻ്റെ പൂർവികർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 ഫ്ലാഷ് ബാക്ക് സീനുകളുണ്ടല്ലോ, ഈ ഫ്ലാഷ് ബാക്കുകളൊന്നും ഈ പോരാട്ടത്തിനിടയിലല്ല പറയുന്നത്, യുദ്ധം തുടങ്ങുന്നതിന് മുൻപാണ് ഇത് പറയുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ ഒരു കഥയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പറയാമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ അർജുനൻ്റെ അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ദേഹത്തേക്ക് തുളച്ചു കയറി. ഇതുകൊണ്ട് അർജുനൻ അവസാനിപ്പിച്ചില്ല. ഭീഷ്മരുടെ സാരഥിയെയും അർജുനൻ അസ്ത്രങ്ങളെയ്തു. എന്നിട്ട് ഭീഷ്മരുടെ ആ കൊടി അർജുനൻ മുറിച്ചു. ആ കൊടി മുറിഞ്ഞത് കണ്ടപ്പോൾ ഭീഷ്മർ ഒരു ചിരിയോടുകൂടി നോക്കി നിന്നു. ഭീഷ്മർക്ക് മനസ്സിലായി, കാലങ്ങളോളം നീണ്ടുനിന്ന ആ കുരുവ്യാഘ്രൻ്റെ, കുരുവംശത്തിലെ ആ സിംഹത്തിൻ്റെ തേരോട്ടം അവസാനിക്കാൻ സമയമായി വന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. എന്നാൽ പോലും അദ്ദേഹം തെല്ലും അവിടെ വെയിറ്റ് ചെയ്ത് നിന്നില്ല. വീണ്ടും ഒരു വില്ലെടുത്തു. ആ വില്ലും അർജുനൻ മുറിച്ചിട്ടു. ദേഷ്യത്തോടു കൂടി ശക്തമായൊരു വേല് ഭീഷ്മർ വലിച്ച് അർജുനന് നേരെ അയച്ചപ്പോൾ ആ വേലും അർജുനൻ ആകാശമാർഗം തന്നെ മുറിച്ചിട്ടു. ഭീഷ്മർ ഈ സമയത്ത് ഒന്ന് സ്വയം ചിന്തിച്ചു. കൃഷ്ണൻ പാണ്ഡവരെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണമില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവ പക്ഷത്തെ വീഴ്ത്താൻ എനിക്കൊരു വില്ല് മതിയായിരുന്നു. ഈ ഒരു യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കാതിരിക്കുവാനായിട്ട് 2 കാരണങ്ങളാണ് എൻ്റെ മുന്നിൽ തെളിഞ്ഞു കാണുന്നത്. ഞാനതനുസരിച്ചേ മതിയാവുള്ളൂ. 1, പാണ്ഡവരെ വധിക്കാൻ കഴിയത്തില്ല. 2, ശിഖണ്ഡി. തൻ്റെ കർമ്മത്തെ ഭീഷ്മർ തിരിച്ചറിയുന്ന ആ ഒരു വേള ഭീഷ്മർ ചിന്തിച്ചു, പണ്ട് തൻ്റെ പിതാവിൽ നിന്ന് പോരാട്ടത്തിൽ വീര്യത്തോടുകൂടി പോരാടാനുള്ള വരം തനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്വച്ഛന്ത മൃത്യു എന്ന വരവും കിട്ടിയിട്ടുണ്ട്. സ്വച്ഛന്ത മൃത്യു എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോൾ തൻ്റെ ആത്മാവ് തൻ്റെ ദേഹത്തെ വിട്ടു പോകണം എന്നുള്ള തീരുമാനം ഭീഷ്മർക്കാണ് എടുക്കാൻ പറ്റുന്നത്. ഭീഷ്മർ ചുറ്റിനുമൊന്ന് നോക്കി. പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ ഭാവി തലമുറയെ കണ്ടു. തൻ്റെ ഭാവി തലമുറയുടെ ധർമ്മം ഉറപ്പായിട്ടും സുരക്ഷിതമായിരിക്കും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം പറഞ്ഞു, സമയമായിരിക്കുകയാണ്. ദേവവൃതൻ, ഗംഗാപുത്രൻ, ശാന്തനുപുത്രൻ, മഹാരഥൻ, മഹാമയൻ ഭീഷ്മരുടെ തേരോട്ടം അവസാനിക്കാൻ സമയമായിരിക്കുന്നു. സ്വച്ഛന്ത മൃത്യു എന്ന വരദാനം ഉപയോഗിക്കാൻ സമയമായിരിക്കുന്നു എന്ന് ഭീഷ്മർ അത് ചിന്തിച്ചു മനസ്സിൽ. ഈ സമയത്ത് തന്നെ ആകാശത്തിൽ പെരുമ്പറകൾ മുഴങ്ങി, ശംഖുനാദങ്ങൾ മുഴങ്ങി. ആ ആകാശമാർഗത്തിൽ മഹായോഗികളും മഹർഷിമാരും ദേവഗണങ്ങളും അഷ്ടവസുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും ഭീഷ്മർ നോക്കി. ഭീഷ്മർക്ക് മാത്രമേ ഇവരെ കാണാൻ കഴിയുന്നുള്ളൂ. അവരെല്ലാവരും ഒരുമിച്ച് ഉത്തമം, ഉത്തമം, ഉത്തമം. ലോകനന്മയ്ക്കായി ഭീഷ്മരെ
നീ എടുത്ത ഈ തീരുമാനം അത്യുത്തമം. ഇനി നീ ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് തന്നെ ചെയ്താലും എന്ന് പറഞ്ഞു. അന്തരീക്ഷത്തിൽ മുഴുവനും ഭീഷ്മർക്ക് മാത്രം നല്ലൊരു സുഗന്ധം. 10 ദിവസങ്ങൾക്ക് ശേഷം അന്നാണ് അദ്ദേഹം സുഗന്ധമറിയുന്നത്. തൻ്റെ ജീവിതത്തിൽ അത്രയും കാലവും ദുരിതം അനുഭവിച്ചു കൊണ്ടിരുന്നൊരു ജന്മം, ആ ദുരിതങ്ങൾക്കിടയിൽ ഒരു സാന്ത്വനം, ഒരാശ്വാസം ആ സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്നു. തണുത്ത കാറ്റ്, അന്തരീക്ഷത്തിൽ നനവ്, നല്ല സുഗന്ധമായിട്ടുള്ള മണം. പെട്ടെന്ന് ഭീഷ്മർക്ക് നേരെ പുഷ്പവൃഷ്ടിയും ഉണ്ടാകുന്നു. ഭീഷ്മർ അത് മുഴുവനും ഒന്ന് ആസ്വദിച്ചതിന് ശേഷം വീണ്ടും യുദ്ധത്തിൽ തൻ്റെ കർമ്മം ചെയ്യാനായി തയ്യാറായി. ഭീഷ്മർ വില്ലുയർത്തിപ്പിടിച്ച് ചുറ്റിനുമൊന്ന് നോക്കി, എന്നിട്ട് തയ്യാറായി നിന്നു. വീണ്ടും മുഖത്ത് ക്രോധത്തോടുകൂടി ഗർജിച്ചുകൊണ്ട് അർജുനന് നേരെ തന്നെ, മറ്റാരെയും നോക്കാതെ ഇപ്രാവശ്യം അർജുനന് നേരെ ഭീഷ്മരൻ ഇരച്ചു കയറി. ഈ സമയത്ത് ശിഖണ്ഡി 9ഓളം അസ്ത്രങ്ങൾ ഭീഷ്മർക്ക് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ചട്ടയും പിളർന്ന ദേഹത്തിലേക്ക് പോയി. അദ്ദേഹം ചിരിച്ചുകൊണ്ടൊന്ന് പറക്കോട്ട് പോയി. എന്നിട്ട് വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ വില്ലുയർത്തി മുന്നിലോട്ട് വന്നു. ഈ സമയത്ത് അർജുനൻ്റെ വില്ലിൽ നിന്ന് ക്ഷുരപ്രം, അതായത് വളരെ മൂർച്ച കൂടിയ ക്ഷുരപ്രം എന്ന് പറയുന്ന അസ്ത്രം 20ലേറെ അർജുനൻ ഭീഷ്മർക്ക് നേരെ അയച്ചു. ആ അസ്ത്രങ്ങളും ഭീഷ്മരെ തുളച്ചു. അപ്പോഴും ആ മുഖത്ത് ഒരു ചിരിയും ഉണ്ടായിരുന്നു, പോർവീര്യവും ഉണ്ടായിരുന്നു. കാരണം ജീവിച്ചിരുന്ന അത്ര കാലവും ഈ മനുഷ്യൻ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം അനുഭവിച്ചിട്ടില്ല. തൻ്റെ സമാധാനത്തിലേക്കാണ് താനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീവിത ഉദ്ദേശം പൂർത്തിയാവുകയാണ്, അതിൻ്റെ സമാധാനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വീണ്ടും ചിരിച്ചു. എന്നിട്ട് വീണ്ടും പോരാടാൻ സജ്ജമായി അദ്ദേഹം വില്ലുയർത്തിപ്പിടിച്ച് തന്നെ നിന്നു. ഈ സമയങ്ങളിൽ ശിഖണ്ഡി അസ്ത്രമെയ്യുന്നു. ശിഖണ്ഡിയുടെ ആ ഒരു ഭാഗത്തു നിന്ന് വീണ്ടും അസ്ത്രങ്ങൾ വരുന്നു. ഉടനെ തന്നെ ഭീഷ്മർ വീണ്ടും ഒരു വില്ലെടുത്തു. ആ വില്ലിനെ അർജുനൻ വീണ്ടും 3 കഷ്ണങ്ങളായി മുറിച്ചിട്ടു. ഭീഷ്മർ ഒരു വില്ലെടുക്കും, അർജുനൻ ആ വില്ലിനെ മുറിക്കും. അങ്ങനെ ഭീഷ്മരുടെ കയ്യിലുണ്ടായിരുന്ന ഓരോ വില്ലുകളും ഭീഷ്മർ എടുക്കുന്നതിനനുസരിച്ച് ഭീഷ്മരുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അർജുനൻ ആ വില്ലുകളെയെല്ലാം മുറിച്ചിട്ടു. അങ്ങനെ ഭീഷ്മരുടെ കയ്യിലുള്ള എല്ലാ വില്ലുകളും അർജുനൻ മുറിച്ചിട്ടതിന് ശേഷം ഭീഷ്മർ ആ തീരുമാനമെടുക്കുന്നു, ഞാൻ ഇനി അർജുനനുമായി യുദ്ധം ചെയ്യത്തില്ല. ഈ അടുത്ത നിമിഷം തന്നെ ഭീഷ്മരുടെ ദേഹത്ത് വീണ്ടും അർജുനൻ അയച്ച 20ഓളം അസ്ത്രങ്ങൾ വന്ന് തറച്ചു. ആ അസ്ത്രങ്ങൾ തറച്ചപ്പോൾ ഭീഷ്മർ ദുശാസനനെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി ദുശാസന, ഈ ഭീഷ്മരെ വീഴ്ത്താൻ ദേവന്മാർക്കോ ദൈത്യന്മാർക്കോ രാക്ഷസന്മാർക്കോ മനുഷ്യർക്കോ സാധ്യമല്ല. എന്നെ മുറിവേൽപ്പിച്ച് നിലത്ത് വീഴ്ത്താൻ കെൽപ്പുള്ളവന്മാരൊറ്റ ഒരുത്തനുമില്ല. പക്ഷേ മഹാരഥിയായ അർജുനനെ യുദ്ധത്തിൽ വീഴ്ത്താൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല. ഇത് പറഞ്ഞു തീർന്നുടനെ വീണ്ടും ആ ദിശയിൽ നിന്ന് അസ്ത്രങ്ങൾ വന്ന് ഭീഷ്മരുടെ ദേഹത്തേക്ക് കയറി. ഭീഷ്മർ ഒന്ന് ചുമച്ചിട്ട് ദുശാസനൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഭീഷ്മരുടെ മുഖത്ത് ഭയമല്ല, ഒരു സമാധാനം. ഭീഷ്മർ ആ സമാധാനത്തോടുകൂടി ദുശാസനൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ അസ്ത്രങ്ങൾ വജ്രത്തെ പോലെയാണ് വരുന്നത്. മിന്നൽ പിണറുകൾ പോലെയാണ് ഇതെൻ്റെ ദേഹത്തേക്ക് തുളഞ്ഞു കയറിയത്. ഇതൊരു സാധാരണ യോദ്ധാവ് അയക്കുന്ന അസ്ത്രമല്ല, ഇത് ശിഖണ്ഡി അയക്കുന്ന അസ്ത്രമല്ല, ഇത് ഗാന്ധീപധാരിയായ അർജുനൻ അയക്കുന്ന അസ്ത്രങ്ങളാണ്. അവനേ ഇതുപോലെ അസ്ത്രങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന് ഭീഷ്മർ ദുശാസനൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. ദുശാസനൻ ഒരുമാതിരി എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാതെ അന്തം വിട്ട് ഭീഷ്മരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴും ഭീഷ്മർ ആയുധങ്ങൾ പരിത്യജിച്ച് വീരനല്ലാത്ത ഒരു യോദ്ധാവിനെ പോലെ വീഴാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു ഉടവാളും പരിചയം കയ്യിലെടുത്തു. എന്നിട്ട് രഥത്തിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങി. രഥത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അർജുനൻ ആ പരിചയെ 100 കഷ്ണങ്ങളായി മുറിച്ചിട്ടു തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട്. ഭീഷ്മരുടെ മുഖത്ത് തെല്ലും ഭയമില്ല, ഒരു ചിരി. വീണ്ടും പാണ്ഡവപക്ഷത്തിലെ യോദ്ധാക്കളെല്ലാവരും എല്ലാവിധ ആയുധങ്ങളുമായി ഭീഷ്മരെ ആക്രമിക്കാൻ വന്നു. 10,000-ഓളം പടയാളികളെ വീഴ്ത്തിയെന്നാണ് പറയുന്നത്. അപ്പോഴും ഒന്നാലോചിച്ച് നോക്കുക, ഈ സമയത്ത് സമയമായി എന്ന് മനസ്സിലാക്കിയ അർജുനൻ തൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് ഭീഷ്മരെ ചുറ്റി നിന്നിരുന്ന സൈനികരെ അത്രയും ആക്രമിച്ച് അവിടെ നിന്ന് പറപ്പിച്ചു. ആ ഒരു സൈനികരെന്ന് പറയുമ്പോൾ പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സൈനികരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പടയാളികളുണ്ട്. പല ദേശങ്ങളിൽ നിന്ന് വന്നവർ, അവരുടെ പേരെടുത്ത് പറയുന്നുണ്ട്, ദേശങ്ങളുടെ പേര്. ആ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും അർജുനൻ ഓടിച്ചു. എന്നിട്ട് ഭീഷ്മർക്ക് നേരെ എന്താ പറയുക, ദ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് പോലെ വീണ്ടും അസ്ത്രം അയച്ചു. ആ അസ്ത്രങ്ങളുടെ പ്രഹരവും കൂടെ ഏറ്റ് ഭീഷ്മർ തൻ്റെ രഥത്തിൽ നിന്നിങ്ങനെ വീഴുകയാണ്. ആ വീഴ്ച എന്ന് പറയുന്നത് ഒരു മരമുടിഞ്ഞ് വീഴുന്നത് പോലത്തെ വീഴ്ചയല്ല. ഒരു വീരൻ തൻ്റെ രഥത്തിൽ നിന്ന് പറന്നു നിലത്തേക്ക് ഇറങ്ങുന്നത് പോലെ ഇങ്ങനെ വീഴുന്നു. തൻ്റെ കൈകൾ രണ്ടും ഇങ്ങനെ 2 ദിശയിലേക്കിട്ട് കിടക്കുന്നത് പോലെ ഭീഷ്മർ വീഴുന്നു. മുഖത്ത് വീര്യവും ധൈര്യവും അതുപോലെ തന്നെ സർവോപരി സമാധാനവും.
ദുഃഖം നിറഞ്ഞ, ത്യാഗം നിറഞ്ഞ, തപസ് നിറഞ്ഞ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച വല്ലാത്തൊരു ജീവിതം ഇനി സഹിക്കണ്ടല്ലോ. ആ ചിരിയോടുകൂടി ഭീഷ്മർ നിലത്ത് വീണു. അവിടെ വീണത് ഭീഷ്മർ മാത്രമല്ല, 10 ദിവസം കൗരവരെ സംരക്ഷിച്ച സർവ്വസൈന്യാധിപനായിരുന്നു. അത് വെറുമൊരു സർവ്വസൈന്യാധിപനല്ല, ഏറ്റവും കൂടുതൽ ദിവസം കൗരവസേന കുരുക്ഷേത്ര ഭൂമിയിൽ പിടിച്ചു നിർത്തിയ സൈന്യാധിപൻ. ഈ സൈന്യാധിപന് കീഴിലാണ് ഇത്രയും കാലവും കൗരവ സൈന്യം സംരക്ഷിക്കപ്പെട്ടിരുന്നത്. 10 ദിവസം. അതിനുശേഷം വന്നിട്ടുള്ള ഒരു സൈന്യാധിപന്മാർക്ക് പോലും അദ്ദേഹത്തെപ്പോലെ ആ സേനയെ സംരക്ഷിക്കാൻ കഴിഞ്ഞല്ല. അദ്ദേഹം നിലത്ത് വീണു. അവിടെ വീണത് ഒരു സാധാരണ യോദ്ധാവോ വെറുമൊരു മഹാരഥനോ അല്ലായിരുന്നു. തേജസ്സിൻ്റെയും പോർവിധത്തിൻ്റെയും പരകോടിയായിട്ടുള്ള ഒരു മനുഷ്യരൂപമായിരുന്നു. അവിടെ നിന്ന് ഭീഷ്മരെ സംരക്ഷിച്ചിരുന്ന ആളുകൾ ഭയത്തോടുകൂടിയും വിഷമത്തോടുകൂടിയും അവിടെ നിന്ന് ഓടി. ചുറ്റിനും നിന്ന യോദ്ധാക്കളും രാജാക്കന്മാരും എല്ലാം ഭീഷ്മരെ നിറകണ്ണുകളോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഇങ്ങനെ നോയിക്കൊണ്ടു നിന്നു. ഉടനെ തന്നെ പെട്ടെന്ന് ദുശാസനൻ നിറകണ്ണുകളോടുകൂടിയും ഭയത്തോടുകൂടിയും വിഷമത്തോടുകൂടിയും ഓടി. ആരാണ്? ഭീഷ്മർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദ്രോണരാണ്. തൻ്റെ അച്ഛനെപ്പോലെയാണ് ദ്രോണരുടെ എല്ലാ ശിഷ്യന്മാരും ദ്രോണരെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടി അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നത് പോലെ ഗുരുദേവ എന്ന് വിളിച്ചുകൊണ്ട് ദുശാസനൻ ചെന്നു. ദുശാസനൻ പറഞ്ഞു, ഗുരുദേവ, നമ്മുടെ പിതാമഹൻ പതിച്ചു. ഇത് കേട്ട് ദ്രോണരുടെ കൈ നടുവി. വില്ല് കയ്യിൽ നിന്ന് നിലത്ത് പോകുമെന്ന് തോന്നി. ദ്രോണർക്ക് തല ഇറങ്ങി. ദ്രോണർ ബോധക്ഷയം സംഭവിച്ച് രഥത്തിൽ നിന്ന് പിന്നെ നിലത്ത് വീണു. ദ്രോണർ എന്നിട്ട് ബോധം വന്ന സമയത്ത് തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ കുറേ നേരം ഇരുന്നു. തനിക്ക് ഒരുപാട് താൻ ബഹുമാനിക്കുന്ന, ഒരുപാട് സ്നേഹം തനിക്കുള്ള ആ മഹാമയന വീണിരിക്കുന്നത്. ദ്രോണരുടനെ ശംഖുനാദം മുഴക്കിയിട്ട് അവസാനിപ്പിക്കടാ നിൻ്റെയൊക്കെ യുദ്ധം എന്നുള്ള രീതിക്ക് ആ യുദ്ധം അവസാനിപ്പിച്ചു. ദ്രോണർ പറഞ്ഞുടനെ തന്നെ ഇരുപക്ഷവും യുദ്ധം അവസാനിപ്പിച്ചു. ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു ബഹുമാന പുരസരം തങ്ങളുടെ ആയുധങ്ങൾ താഴ്ത്തി തന്നെ ഭീഷ്മരുടെ അടുത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ അവർ കാണുന്ന കാഴ്ച സൂര്യവെളിച്ചത്തിൽ ചുവന്ന നിറത്തിലും വെളുത്ത നിറത്തിലും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന തേജോമയമായ ഒരു രൂപത്തെയായിരുന്നു. ഏതെങ്കിലും സാധാരണ രൂപമല്ലായിരുന്നു അത്. കുരുവംശ പ്രതാപത്തിൻ്റെ ഒരു മനുഷ്യരൂപം. കൗരവരെയും കുരുവംശത്തെയും സംരക്ഷിച്ചു വന്നിരുന്ന ആൾ. പല അന്തർയുദ്ധങ്ങൾക്കും കാരണമാകുന്ന കുടിലതകൾ നിറഞ്ഞിട്ടുള്ള കുബുദ്ധികളുടെ പല പദ്ധതികളും തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി അത് തടയാൻ ശ്രമിച്ച ആ മഹാമയൻ. തൻ്റെ അച്ഛന് കൊടുത്ത വാക്ക്, എ പ്രോമിസ് വാസ് മെയ്ഡ്. ആ പ്രോമിസ് അദ്ദേഹം പൂർണ്ണമായും പൂർത്തിയാക്കുകയാണ്. എന്നാൽ ആ കിടപ്പോ അതൊരു സാധാരണ കിടപ്പല്ലായിരുന്നു. പട്ടുമെത്തകളിലല്ല അദ്ദേഹം കിടന്നത്, പല്ലക്കിലല്ല അദ്ദേഹം കിടന്നത്, അസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരശയ്യയിലായിരുന്നു. ഒരു വീരൻ കിടക്കുന്നത് പോലെ ഒരു വീരശയ്യയിൽ ആ മഹായോദ്ധാവ് കിടക്കുന്നു. ഈ സമയത്ത് എല്ലാവരും ആ അന്തരീക്ഷമൊക്കെ എല്ലാം ഒന്ന് നോക്കിയിട്ട് അത് ദക്ഷിണായനമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, അയ്യോ എന്ത് കഷ്ടമാണിത്! സ്വച്ഛന്ത മൃത്യു വരദാനമുള്ള ഭീഷ്മർ ദക്ഷിണായനത്തിൽ ഈ ഭൂമിയിൽ നിന്ന് പോയോ? എന്തിനദ്ദേഹം ദക്ഷിണായന സമയത്ത് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോയി? വല്ലാത്ത കഷ്ടം തന്നെ എന്നവർ പറഞ്ഞു. എന്നാൽ ആ സമയത്ത് കുരുവംശത്തെയും ഭാരതവർഷത്തെയും ഒരു കാലത്ത് കിടിലം കൊള്ളിച്ച് ആ മുഴങ്ങുന്ന ശബ്ദം ആ ശരശയ്യയിൽ നിന്ന് കേട്ടു. ഞാനിവിടെ തന്നെയുണ്ട്, ഞാൻ പോയിട്ടില്ല. എപ്പോൾ എൻ്റെ ആത്മാവെൻ്റെ ശരീരം വിട്ടു പോകണമെന്നുള്ളത് അത് ഭീഷ്മരുടെ തീരുമാനമായിരിക്കും. ഞാൻ ഉത്തരായനം വരെ ഈ ശരശയ്യയിൽ ഉണ്ടാവും. ഉത്തരായനമായതിനു ശേഷം മാത്രമേ ഭീഷ്മരുടെ ആത്മാവ് ഭീഷ്മരുടെ ഈ ശരീരത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് അവിടെയുള്ളവരെല്ലാവരും തങ്ങളുടെ ആയുധങ്ങൾ നിലത്ത് വെച്ചതിന് ശേഷം ഒരു മുട്ടുകുത്തി ഭീഷ്മരുടെ മുന്നിൽ ബഹുമാനിച്ചു. അങ്ങനെ കുരുക്ഷേത്ര ഭൂമിയുടെ നടുക്ക് ആ മഹായോദ്ധാവ് പിരിച്ച നീശയോടുകൂടി, ചിരിയോടുകൂടി, ശാന്തിയോടുകൂടി ആ വേദനയും സഹിച്ച് കിടക്കുന്നു. മറ്റുള്ളവരെല്ലാവരും ബഹുമാനത്തോടുകൂടി ഒരു മുട്ട് നിലത്ത് കുത്തി ഇങ്ങനെ നിൽക്കുന്നു. മഹാമയനായ ഭീഷ്മർ, ഗംഗാപുത്രൻ, ദേവവ്രതൻ, മഹായോദ്ധാവ് ഭീഷ്മ പിതാമഹൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ തേരോട്ടം അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വളരെ പ്രാധാന്യമുള്ള ഒരു എപ്പിസോഡാണ്. ഒരുപാട് സംഭാഷണങ്ങൾ വരുന്നുണ്ട്. സർവോപരി അംഗരാജൻ കർണൻ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് അടുത്ത എപ്പിസോഡിലാണ്. അതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത് അടുത്ത എപ്പിസോഡിലാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡ് കാണുക.
വെച്ച് താമസിപ്പിക്കത്തില്ല. ഉടനെ തന്നെ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ